ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എഫ് എക്സ് ടോക്സ് അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ XAUSD എടുത്തിട്ടുള്ള ഒരു ട്രേഡിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആണ്. പ്രോഫിറ്റിലേക്ക് പോവോ ലോസിലേക്ക് പോകുന്നോ നമുക്ക് അറിയത്തില്ല. കറൻ്റ് ഇപ്പോൾ ഒരു ട്രേഡ് റണ്ണിങ്ങിലാണ്. അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ ആഗസ്റ്റ് 19 FOMC ഡേ ആയിരുന്നു. ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1500 വിപ്പോളം നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സ്ട്രാറ്റജി, മൈൻഡ് സെറ്റ്, കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഈ ഒരു ട്രേഡിൽ എന്താണ് എൻ്റെ ലോജിക് ഉള്ളത്, എങ്ങനെയാണ് ഞാൻ പൊസിഷൻ മാനേജ് ചെയ്ത്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ചാർട്ടിലേക്ക് പോയിട്ട് എന്താണ് അതിൻ്റെ ലോജിക്ക്, എന്താണ് ഇനി എൻ്റെ മൈൻഡ് സെറ്റ് ഉള്ളത്, എവിടെ ഞാൻ ബുക്ക് ചെയ്യും, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്, ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ഞാൻ എടുക്കുന്ന ട്രേഡ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്ഡേറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോറക്സ് മാർക്കറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വാച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, കൂപ്പൺസും കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോയിട്ട് എന്താണ് ഈ ഒരു ട്രേഡിൻ്റെ ലോജിക്ക്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്, ഏത് ടൈമിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്ന പെർട്ടിക്കുലർ ഈ ഒരു പോയിന്റാണ് ട്രേഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ NY ഒരു ക്ലോസിംഗ് ടൈം ആണ് എൻട്രി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. NY ക്ലോസിന് ശേഷമാണ് എൻട്രി ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുള്ളത്. എടുക്കാനുള്ള റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഓൾമോസ്റ്റ് ഞാൻ ഇന്നലെ ബൈ എടുത്തിട്ടുണ്ടായിരുന്ന ലെവൽസും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആയിരുന്നു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ബൈ എടുത്തു. SL ഇതിന്റെ ലോ വെച്ചിട്ടുണ്ടായിരുന്നു. TP ഒരു 1:2 എന്നുള്ള രീതിയിൽ ഇപ്പോൾ സ്റ്റിൽ പൊസിഷൻ റണ്ണിങ് ആയിട്ടുണ്ട്. ഒരു പൊസിഷൻ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനിയും ഹയർ ലെവലിലേക്ക് തന്നെയാണ്, ഈ ഒരു പോയിന്റിലേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള മെയിൻ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പ്രൈസ് ഇവിടെ കുറേ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നോർമലി XAയിൽ പൊസിഷനിൽ ബേസ് ചെയ്ത് 1 ഹവറിലാണ് ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നത്. സപ്പോർട്ടർ റെസിസ്റ്റൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് ട്രേഡും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് മേജർ ആയിട്ട് ലെവൽ പ്ലോട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഞാൻ നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ സിമ്പിൾ ആണ്. ഒരു കണ്ടിന്യൂഷൻ മോഡലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. പ്രൈസ് റിട്രേസ്മെന്റ് വന്നിട്ടുണ്ട് അല്ലെ. ആ റിട്രേസ്മെന്റിന് ശേഷം ഇവിടെ കാണാൻ വേണ്ടി പറ്റും പ്രൈസ് ഇത്രയും ഹയർ ലെവലിലേക്ക് വന്നിട്ടുള്ളതാണ്. ഷോർട്ട് ടേം ആയിട്ട് റിവേഴ്സിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തായാലും സെല്ലേഴ്സിന്റെ ഒരു പാർട്ടിസിപ്പേഷൻസ് ഉണ്ടാവും ഈ ഒരു ഹൈസിന്റെ മുകളിലോട്ടേക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡൗൺ സൈഡിലേക്ക് വന്നു, സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു, പ്രൈസ് ഹയർ ലെവലിലേക്ക് പോയി. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കാതെ അത്യാവശ്യം നല്ല വൈഡർ ആയിട്ടാണ് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും പ്ലേസ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഒരു പോയിന്റിലാണ് എന്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ഉള്ളത്. ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ, നിങ്ങൾ ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് ബൈയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ട്രേഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് ശേഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റും പ്രൈസ് അത്യാവശ്യം ഒരു ഹയർ ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ടേം ആയിട്ട് റിട്രേസ്മെന്റ് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു പോയിന്റ്, ഈ ഒരു ലെവല് റെസ്പെക്ട് ചെയ്യേണ്ടതായിരുന്നു. ഇവിടുത്തെ ലോജിക്കും കൂടി ഞാൻ പറഞ്ഞിടാം. ഈ ഒരു പോയിന്റ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യേണ്ടതായിരുന്നു. ഈ ഒരു പോയിന്റ്, അതേപോലെ തന്നെ ഈ ഒരു പോയിന്റ്. പ്രൈസ് ഇപ്പം കറന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് പ്രൈസ് ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്തായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലും പ്രൈസ് ബെയറിഷ് ആയിട്ട് പോകുന്നതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്, ഹയർ ലെവലിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നതന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ റീസൺ ഞാൻ ആ ഒരു ഡെയിലി ക്യാൻഡിൽസ് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഐഡിയാസ് കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ട് ഒരു ക്യാൻഡിൽസ് ആണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇന്ന് നമുക്കൊരു എക്സ്പാൻഷൻ കാണാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോൾഡ് ക്യാൻഡിൽ ആയിരിക്കും മേ ബി കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. ഓക്കെ, 4 ഹവറിൽ നമുക്ക് ആ ഒരു ഷോർട്ട് ടേം റിട്രേസ്മെന്റ് ഹയർ ബ്രേക്ക് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. XAI നോർമലി നമ്മൾ ഈ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റ് എല്ലാം ബൈ ക്യാപ്ചർ ചെയ്താണ്. അപ്പോ ഷോർട്ട് ടൈം ആയിട്ടുള്ള വലിയൊരു മൊമെന്റ് വന്നിട്ട് ഷോർട്ട് ടൈം ആയിട്ടുള്ള റിട്രേസ്മെന്റ് കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ബേസിലാണ് ഞാൻ ട്രേഡും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഈ ഒരു ട്രേഡ് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആണ്. കാരണം വെച്ചാൽ ഇതിന് മുമ്പും ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. നോർമലി ഇവിടുന്ന് പോകേണ്ടായിരുന്നു ഹോൾഡ് ചെയ്തിട്ട്, പക്ഷെ പോയിട്ടില്ല. പക്ഷെ റിട്രേസ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സെല്ലിംഗ് ആണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ഞാൻ ലോസിലാണുള്ളത്, പക്ഷെ സെല്ലിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഹയർ ലെവലിലേക്ക് ഒരു പുഷ് ആണ്. ഓക്കെ, മേ ബി ഇതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ട്രേഡുകളിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ബയാസ് ബേസ്ഡ് നമുക്ക് നല്ല രീതിയിൽ എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ബട്ട് ഈ ഒരു എക്സ്പെക്ടേഷൻ റോങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റും കൂടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട്. എപ്പോഴും നോക്കേണ്ട കാര്യം നമുക്ക് എന്ത് പോസിറ്റീവായിട്ട് കിട്ടുന്നത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, എന്ത് നെഗറ്റീവായിട്ട് വരുന്നതും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ട്. എനിക്ക് ഈ ഒരു ട്രേഡിലേക്ക് പ്രോഫിറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2000+ പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ടാവും ഡോളേഴ്സ്. നേരെ മേടിച്ചിട്ട് ഇതൊരു ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വരുന്നതാണെങ്കിൽ ഒരു
1100 അല്ലെങ്കിൽ ആ ഒരു 1000 റേഞ്ചിലായിരിക്കും എനിക്ക് ലോസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവാം. ഓക്കെ. അപ്പൊ വളരെ സിമ്പിൾ ആണ് ഈ ഒരു ട്രേഡിന്റെ ലോജിക്ക്. ഈ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു ലൈൻസിന്റെ ലോജിക്കോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കാര്യം പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് അത് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം ആ ഒരു ബ്രേക്ക് ഔട്ടിലാണ് ഞാൻ എൻട്രി ചെയ്തിട്ടുള്ളത്. എപ്പോഴും എക്സെയിൽ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്യുന്നതിനെ കേറി പോകുന്ന രീതിയിലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. ഹൈ ബ്രേക്ക് ചെയ്ത് കയറിപ്പോയി, ഹൈ ബ്രേക്ക് ചെയ്ത് കയറിപ്പോയി. ഓക്കെ, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കിട്ടി, വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്തു കയറിപ്പോയി. ഓക്കെ, ഇനി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് കയറി പോയിട്ടുണ്ട്. ബട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ മൊമെന്റം വന്നില്ല. റീസൺ ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള സെല്ലേഴ്സ് ബേസ് ചെയ്തിട്ടാണ് ഇത്രയും മൊമെന്റം അല്ല, ഞാൻ കുറച്ചും കൂടി മൊമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷെ ആ രീതിയിൽ കിട്ടിയിട്ടില്ല. ഇവിടെ ഈ ഒരു റിട്രേസ്മെന്റ് മെയിൻ വരാനുള്ള റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ സെല്ലേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രൈസ് ഹയർ ലെവലിലേക്ക് പുഷ് ചെയ്യുള്ളൂ. ഇപ്പൊ അത്യാവശ്യം ആൾക്കാർ മുകളിലോട്ടേക്ക് പോയതുകൊണ്ട് തന്നെ ഈ ഒരു റിവേഴ്സല് പാറ്റേൺസ് കണ്ടുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഷോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗാല് ഹയർ ലെവലിലേക്ക് പോകുന്നുണ്ടാവും. അങ്ങനെ ഹയർ ലെവലിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ ഇവിടെ ഇതിന്റെ മുകളിലോട്ട് പോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പെർട്ടിക്കൽ മൊമെന്റം 4575 ഒരു മൊമെന്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, 4 ഹവറിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇതിന്റെ മുകളിലോട്ട് പോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്കൊരു കണ്ടിന്യൂഷൻ ആയിട്ട് 4646 ഈ ഒരു പെർട്ടിക്കൽ പോയിന്റിലേക്കുള്ള റൺ നമുക്ക് വളരെ ഈസിലി കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ ഞാൻ ഇവിടെ നല്ലൊരു ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഹയർ ലെവലിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ പാർഷ്യൽസ് ബുക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ ഞാൻ നേരത്തെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാർഷ്യൽസ് ബുക്ക് ചെയ്ത കേസ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പോയിന്റ് ഞാൻ ട്രേഡ് എടുത്ത സമയത്ത് ഇവിടെ നിന്നായിരുന്നു ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു മൊമെന്റം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോഫിറ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഞാൻ ഒരു അക്കൗണ്ടിൽ ഫുൾ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തു, ഒരു അക്കൗണ്ടിൽ ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തു. ബാക്കി ഇപ്പോഴും എനിക്ക് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു $2000 പ്രോഫിറ്റ് വരേണ്ട ഏരിയാസിന് ഞാനിപ്പോ ഒരു $3000 പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ അത്യാവശ്യം മൊമെന്റ് ഹൈ ലെവലിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു അക്കൗണ്ടിൽ വീണ്ടും ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെയിം ട്രേഡർ ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെവൽസിലേക്ക് പോകുന്ന സമയത്തേക്ക് മോർ പ്രോഫിറ്റ് ആയിരിക്കും. അതായത് ഹയർ ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഡയറക്ഷൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ഓൺ ചെയ്ത് പോവാം. ഇനി ഇൻ കേസ് നമുക്ക് എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു ഹയർ ലെവലിലേക്ക് മൊമെന്റ് കിട്ടിയില്ല, നമ്മളെപ്പോഴും പറഞ്ഞൊരു പോസിറ്റീവ് ആയിട്ടുള്ള നമുക്കൊരു ഐഡിയാസും വേണം, അതേപോലെ നെഗറ്റീവ് ആയിട്ടും വേണം. അപ്പൊ നെഗറ്റീവ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കൽ പോയിന്റ് എനിക്ക് ഇവിടെ ആ ഒരു ഈ ഒരു റേഞ്ചിൽ നിന്ന് എടുത്ത പൊസിഷൻ ഞാൻ എക്സിറ്റ് ചെയ്ത് മാറുന്നുണ്ടാവും. വേണമെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറാം, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറാതിരിക്കാം. ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്ത് മാറുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു പോയിന്റ് എക്സിറ്റ് ചെയ്ത് മാറുന്നുണ്ടാവും. വീണ്ടും ഇനി ഡൗൺ സൈഡിലേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസിനെ ഞാൻ നോക്കിയിട്ട് വീണ്ടും പോർഷൻസ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതായിരിക്കും എന്റെ മെന്റാലിറ്റി ഉണ്ടാകുക. ഇനി ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ കണ്ടോ, ഈ ഒരു ലെവൽസ് നോർമലി നമ്മൾ ആ ഒരു പാറ്റേൺസ് ആണ്, അതായത് ട്രെൻഡിങ് മാർക്കറ്റിൽ എപ്പോഴും ഈ ഒരു ചാനലിലും ബ്രേക്ക് ഔട്ട് കിട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ പുഷപ്പ് കിട്ടുന്നുണ്ടാവും. പ്രൈസ് ഇവിടെ നല്ല രീതിയിൽ സെല്ലേഴ്സിന് ഈ ഒരു ലെവൽ കണ്ടോ, ഈ ഒരു ലെവൽ നല്ല രീതിയിൽ സെല്ലേഴ്സിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. ഹയർ ലെവലിലേക്ക് ഒരു പുഷ് ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. മേ ബി നമ്മൾ ആ ഒരു ബ്രേക്ക് ചെയ്യാൻ പോയിന്റ്സിലേക്ക് വരുന്ന കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നേരെ മറിച്ച് നമുക്ക് ആ ഒരു പുഷ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സംഭവിക്കുന്നുണ്ടാകുക, നമ്മൾ ഇവിടെ ലോസ് കൊടുത്ത് മാറുന്നുണ്ടാവും. ഓക്കെ, ഇനി ലോ ടൈംസിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉള്ള ഏരിയാസ് നമുക്ക് നോക്കാം. ഒന്ന്, ഈ ഒരു പോയിന്റ് ലോ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് കയറിപ്പോയ ഏരിയ ആണ്. നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ഡൗൺ ഫോഴ്സ് ക്യാൻസൽ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്, ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഏരിയ ആണ്. ആ ഒരു പോയിന്റിലേക്ക് വന്നിട്ടാണ് പ്രൈസ് റിവേഴ്സൽസ് കാണിച്ചിരുന്നത്. ഇനി വീണ്ടും ഈ ഒരു ഹൈസിന്റെ മുകളിലോട്ടേക്ക് പോകുന്ന സമയത്ത് ഷൂട്ട് അപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഇനി വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽസ് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല സപ്പോർട്ട് ഏരിയ ആണ്, ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ എപ്പോഴും ഒരു ബഫർ കീപ്പ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ. പൊസിഷൻ ട്രേഡിംഗ് ആണ് ഞാൻ ചെയ്യാറുള്ളത്. മാക്സിമം 1 or 2 ഡേയ്സ് ആയിരിക്കും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും പൊസിഷൻസ്, അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവില്ല. ഇതേപോലെ ട്രെയിൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്കൊരു മാക്സിമം പോയിട്ട് 1 വീക്കിലായിരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഞാൻ ഈ ഒരു ഡൗൺ സൈഡിൽ എടുത്ത പൊസിഷൻ പറഞ്ഞിട്ട് അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. മാക്സിമം ചിലപ്പം ഒരു 1 വീക്കിലായിരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ടാകാം. ഫ്രൈഡേ ഞാൻ കൊടുത്ത് മാറുന്നുണ്ടാവും. ഓക്കെ, ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ മാക്സിമം ഞാൻ എല്ലാ പൊസിഷൻസും നാളത്തേക്ക് ഒഴിവാക്കുന്നുണ്ടാവും, ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു പൊസിഷൻ വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഈ ഒരു ബ്രേക്കിലാണ്, ഈ ഒരു കൺഫ്ലുവൻസിലാണ് എൻട്രി ഉള്ളത്, പക്ഷെ ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, പ്രൈസിന് ആ ഒരു രീതിയിലുള്ള പുഷ് ചെയ്യാനുള്ള ലിക്വിഡിറ്റി കിട്ടിയില്ല. ഡൗൺ സൈഡിലേക്ക് പോയി ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. ഇനി ഹയർ ലെവലിലേക്ക് പുഷ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഹൈ ടൈം ഫ്രെയിം ആയതുകൊണ്ട് തന്നെ വളരെ കൂൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത്രത്തോളം നമുക്ക് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ലെവൽസ് എല്ലാം ഇൻവാലിഡ് ആണ്, നോക്കാന്നുള്ള മൈൻഡ് സെറ്റ് ഒന്നും ഇരിക്കുന്നുണ്ടാവില്ല. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് മാറുന്നുണ്ടാവും. ഓക്കെ,
അപ്പോൾ പൊസിഷൻ ട്രേഡിംഗ് കുറച്ചും കൂടി ഗോൾഡിൽ ഈസിയാണ്. സംടൈംസ് നമുക്ക് ഇങ്ങനെയുള്ള വോളറ്റൈൽ ടൈംസ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാകുന്നുണ്ടാവും. മാർക്കറ്റ് കൺസോളിഡേഷൻ ആണോ ട്രെൻഡിങ് ആണോ എന്ന് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നമുക്ക് വളരെ കൂളായിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കൺസോളിഡേഷൻ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ മേജർ ലെവൽസ് നമുക്ക് ബൈയും സെല്ലും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടുകളിലും അതേപോലെ തന്നെ റിട്രേസ്മെന്റിലും നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ ഹയർ ലെവലിലേക്ക് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസിൽ സെല് ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ വീണ്ടും ബ്രേക്ക് ഔട്ടിനായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഏതാണ് കണ്ടീഷൻ ഉള്ളത് ഏതാണ് കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ കൂളായിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ട്രേഡിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യാം. ഇവിടെ നമുക്ക് 2 കോഴ്സസുകൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒന്ന് നമ്മുടെ ICT അഡ്വാൻസ്ഡ്, ഞാൻ യൂറോ USD ട്രേഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഗോൾഡിലും ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂറോ USD ഞാൻ നോർമലി ഷോർട്ട് ടൈം ആയിട്ടുള്ള ട്രേഡിംഗ് ആണ് എടുക്കുന്നത്. അപ്പൊ അവിടെ ട്രേഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഗോൾഡിന്റെ സ്ട്രാറ്റജിയും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഗോൾഡിന്റെ മാത്രമാണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഗോൾഡിന്റെ മാത്രം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എന്തൊക്കെയാണ് നമ്മളെ കൺഫ്ലുവൻസ് കാര്യങ്ങളില്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മൾ ടൈം ബേസ് ചെയ്തിട്ടാണ് എൻട്രീസ് എടുക്കുന്നത്, ഏഷ്യ NY എന്നുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ടൈമുകൾ, എന്താണ് ക്രൈറ്റീരിയ ഉള്ളത്, ഇതിനെ കുറിച്ചുള്ള നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടാവും. അതേപോലെ പ്രൊഫോമിന്റെ കാര്യങ്ങൾ, എങ്ങനെ നമ്മൾ അതിൽ റിസ്ക് ചെയ്യണം, എങ്ങനെ നമുക്ക് ഈസിലി മൂവ് ഓൺ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ടാവും. നെക്സ്റ്റ് തിങ് നമുക്ക് ഇവിടെ വരുന്നത് നമ്മുടെ യൂറോ USDയുടെയും ഇത് ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ട് ഇതില്. നമുക്ക് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, ഒരുപാട് ടൈം കൊടുക്കും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ ICT ബേസ് ചെയ്തുള്ള കോൺസെപ്റ്റുകളാണ് കൂടുതലും പറയുന്നത്. അതിന് ശേഷം ഞാനിവിടെ XAയുടെ ആ ഒരു സ്ട്രാറ്റജിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾ ഈ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു XAയുടെ മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ ഞാൻ നോർമലി ഉള്ള ട്രഡീഷണൽ സെറ്റപ്പ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഇതിൽ ഞാൻ കുറച്ച് കൺഫ്ലുവൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടൈം എന്നുള്ള ഫാക്ടർ. ഓക്കെ, എപ്പോഴും ഞാൻ എൻട്രീസ് വരുന്നുണ്ടാകുക ഇവിടെയാണെന്നുണ്ടെങ്കിലും എൻട്രീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എൻട്രി എടുക്കാനുള്ള റീസൺസ് എല്ലാം നമുക്ക് ആ ഒരു ടൈം ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഹയർ ലെവലിലേക്കുള്ള ഒരു മൊമെന്റ് ആണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ തരുന്നുണ്ടാവും. ഇന്നത്തെ ഡേറ്റ് നോക്കലാണെങ്കിൽ ആഗസ്റ്റ് 21. നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് 2 ഡേയ്സ് ആയിട്ടുണ്ട്, കാണാൻ വേണ്ടി പറ്റും. ഓൾമോസ്റ്റ് ആഗസ്റ്റ് 19 എൻട്രി എടുത്തിട്ടുള്ളത്, നൈറ്റ് എടുത്തതാണ്. 3-ാമത്തെ ദിവസമായി. ആഗസ്റ്റ് 19, ആഗസ്റ്റ് 20, ആഗസ്റ്റ് 21. നമുക്ക് ഇന്ന് ഫ്രൈഡേ ആണ്. എന്തായാലും ട്രേഡ്സ് എല്ലാം ക്ലോസ് ചെയ്ത് മാറേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, നമ്മൾ നേരത്തെ ആ ഒരു അനാലിസിസ് ചെയ്ത സമയത്ത് ഒരു ചാനൽ പാറ്റേൺ വരച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നെല്ലാം ഒരു പുഷപ്പ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം നല്ലൊരു ഫാള് വന്നു. ഓൾമോസ്റ്റ് നമ്മുടെ SL ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റ്സിലേക്ക് പോയിട്ട് കാണിച്ചു തരാം. ഓൾമോസ്റ്റ് നമ്മളെ സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽസിലായിരുന്നു സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ആ ഒരു ലെവൽസിലേക്ക് വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവിടുന്ന് ഞാൻ ഈ ഒരു ലെവലിലേക്ക് ഞാൻ എന്റെ SL വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റ്, ഈ ഒരു ലോന്റെ താഴോട്ടേക്കായിരുന്നു SL ഉണ്ടായത്. ഈ ഒരു പോയിന്റ് വരെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എക്സ്പെക്റ്റബിൾ ആയിരുന്നു ഈ ഒരു ലെവൽസ് എന്നുള്ള ഒരു ബുള്ളിഷ്നെസ് നമുക്ക് 1 അവറിലും ആ രീതിയിൽ ട്രേഡ് പ്ലാൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മുടെ സെറ്റപ്പ് പ്രകാരം ഈ ഒരു പോയിന്റ് തന്നെ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മുടെ പൊസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ എൻവൈന്റെ ടൈം ആണ് 8 കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 7, 8, 8 നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളെ ലെവൽസിലേക്ക് വന്നിട്ട് വിത്ത് അവർ ടൈം. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളും പഠിക്കണം, നിങ്ങൾക്ക് അവിടെ പോയിട്ട് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത്യാവശ്യം ആ ഒരു ബയേഴ്സിന് ഇവിടെ നമ്മൾ ബയേഴ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ആ ഒരു ബയേഴ്സിനെ എല്ലാം അത്യാവശ്യം ഔട്ട് ചെയ്തു. നമ്മൾ ഇവിടെ പറഞ്ഞ ആ ഒരു സെയിം ലോജിക് തന്നെ സെല്ലേഴ്സിനെ മാർക്കറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, ബയേഴ്സ് ആയിട്ട് മുകളിലോട്ട് കൊണ്ടുപോയി. അതിനുശേഷം ആ ഒരു എൻവൈയിൽ അത്യാവശ്യം നല്ല മൊമെന്റം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ചോപ്പി ആയിരുന്നു പ്രൈസ്. പിന്നെ ഇവിടുന്ന് അപ്സൈഡിലേക്ക് ഒരു സ്ലോ ആയിട്ടുള്ള മൊമെന്റം കാണിക്കുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ്സ് എക്സിറ്റ് ചെയ്ത് മാറാന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ ഫോർമേഷൻ നല്ലൊരു പുഷപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസിൽ നിന്ന് മാറാന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ലെഫ്റ്റ് സൈഡില് ഈ ഒരു വിക്കിന്റെ ഹൈസിന്റെ മുകളിൽ നിന്ന് മാറാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കൽ റെസിസ്റ്റൻസ് പോയിന്റ് മാറാം. 4575 നമ്മൾ നേരത്തെ ഡിസ്കഷൻ ചെയ്ത സെയിം ലെവലിൽ നിന്ന് നമുക്ക് മാറുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാകും. ഓക്കെ, പ്രൈസ് അത്യാവശ്യം സ്ലോ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഒന്നും കൂടി ഒരു പുഷപ്പ് തരും. 4560 ആണ്. ഒരു 50 പോയിന്റ്സും കൂടി ഹയർ ലെവലിലേക്ക് വരുത്താറുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു പോയിന്റ് ഒരു പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് സ്മോൾ ക്വാണ്ടിറ്റി 0.1% റിസ്കിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു 2 ട്രേഡുകൾ ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഫസ്റ്റ് ട്രേഡ് ഇവിടെയാണുള്ളത്, സെക്കൻഡ് ട്രേഡ് ഇവിടെയാണുള്ളത്. ജസ്റ്റ് ചെറിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നതാണ് ഈ ഒരു ലെവൽസിന്. നമുക്ക് ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടേക്ക് പോകാനുള്ള ഒരു എക്സ്പെക്ടേഷൻ, അതിന് ശേഷമാണ് ഈ ഒരു ഫാളും കാര്യങ്ങളിലും വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ചാർട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു എക്സിക്യൂഷനും കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു പുഷപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ കട്ട് ചെയ്ത് മാറാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ലെവൽസ് നിർത്ത പൊസിഷനും കൂടി, ഈ ഒരു പോയിന്റ് നിർത്ത ആ ഒരു പൊസിഷനും കൂടി നമുക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും എത്ര പിപ്പ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓൾമോസ്റ്റ് 2000 ഇപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിനാണ് നമ്മൾ പാർഷ്യൽസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പോയിന്റ് നിന്ന്. ഓക്കെ, ബാക്കിയുള്ള പാർഷ്യൽസ് ഇപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എക്സിറ്റ് ചെയ്ത് മാറാൻ പ്ലാൻ ചെയ്ത എല്ലാ ക്വാണ്ടിറ്റീസും ഇവിടെ ഡംപ് ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തത്. മേ ബി ഒന്നെങ്കിൽ ഇവിടെ ഹയർ ലെവലിലേക്ക് മൂവ്മെന്റ് കിട്ടിയേക്കും, പക്ഷെ അത് ഞാൻ നോക്കണില്ല. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കൊടുത്ത് മാറാം. ഫ്രൈഡേ ആണ്, ഈ ഒരു വീക്ക് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ക്ലോസ് ചെയ്യാന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു വീക്ക് ഞാൻ യൂറോയിൽ ടച്ച് ചെയ്തിട്ടേ ഇല്ല, യൂറോയിൽ ട്രേഡ് ചെയ്തിട്ടില്ല. ഞാൻ കൂടുതലും ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്ന എക്സൈലാണ്. യൂറോയിൽ കുറെ ദിവസമായി ഞാൻ മര്യാദയ്ക്ക് ഇരുന്നിട്ട്. ഓക്കെ, യൂറോയിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് തൊട്ട് ലൈവും കാര്യങ്ങളും വരുന്ന പ്ലാനും കാര്യങ്ങളിലും ഉണ്ട്. ഓക്കെ, ഒരു കണ്ടിന്യൂഷൻ മാർക്കറ്റ് ആണ്, ഈസിലി ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരുന്നു. ബട്ട് ഈ ഒരു വീക്ക് ഞാൻ ഇരുന്നിട്ടില്ല. ആ ഒരു സ്പെസിഫിക് ആയിട്ട് ആ ഒരു ലണ്ടനിൽ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, അതാണ് സത്യം. ഓക്കെ, പെക്സയുടെ കേസ് നോക്കാം. ഒരു പുഷപ്പും കൂടി കിട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസിന്റെ കേസായിരുന്നു നമ്മൾ ഇവിടെ. എന്തുകൊണ്ട് നമുക്ക് ഇതൊരു പ്രൊട്ടക്റ്റഡ് ആയി എന്നുള്ള ഒരു കാര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല ഒരു സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രൈറ്റീരിയാസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുത്തിട്ടാണ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഹയർ ലെവലിലേക്ക് ഒന്നും കൂടി ഒരു പുഷപ്പ് കിട്ടുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 4580 എല്ലാം വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് ആ ഒരു 75 എത്തുന്ന സമയത്ത് തന്നെ അത് ബുക്ക് ചെയ്ത് മാറേണ്ട പ്ലാനുകൾ ചെയ്യാൻ ഇവിടെ ഒരു അലേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ഫ്രൈഡേ ആണ്. ഞാൻ ഓൾമോസ്റ്റ് ഇനി പള്ളിക്കാലം പോയിട്ട് വരുമ്പോഴേക്കും മേ ബി അലേർട്ട് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ തന്നെ പൊസിഷൻസും കാര്യങ്ങളും ക്ലോസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രേഡ് അത്യാവശ്യം നല്ല പോസിറ്റീവിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4 ഹവറിൽ ആ ഒരു ഹയർ ലെവലിലേക്ക് പോയിട്ട് ഒരു ബ്രേക്കും കൂടി കാണിക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി ലിറ്റിൽ ബിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ്സ് കാണിച്ചു തരാം. 5 മിനിറ്റ്സിൽ ഈ ഒരു ലോന്റെ താഴത്തേക്ക് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. ഇമീഡിയറ്റ് സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് വൈപ്പ് ഔട്ട് ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ട്രംപിന്റെ ടി ഇൻ കേസ് എന്താ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും സമയം പ്രോഫിറ്റ് കണ്ടതെല്ലാം, അതേപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ട് നമ്മുടെ പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ട്രെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ഹയർ ലെവലിലേക്ക് ഒരു മൊമെന്റം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് 4650 എന്നുള്ള ലെവൽസിലേക്ക് ഒന്ന് പ്ലാൻ ചെയ്യാന്നാണ് ഒരു ഐഡിയ ഉള്ളത്. ഒന്ന് അപ്സൈഡിലേക്ക് നല്ലൊരു മൊമെന്റം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് എല്ലാം എടുത്തിട്ട് ഈ ഒരു പോയിന്റിലേക്ക് വെക്കാം. നമുക്കൊന്ന് ട്രെയിൽ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ അവർ ക്യാൻഡിൽസിന്റെ ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് എന്തായാലും ഒരു മാനിപ്പുലേഷന് വേണ്ടിയിട്ട് പ്രൈസ് ഒരു ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ടാവും. അതായത് 4 ഹവറിന്റെ ക്യാൻഡിൽസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിട്രേസ്മെന്റ് അതിന് ശേഷമായിരിക്കും ഒരു കണ്ടിന്യൂഷൻ വരുന്നുണ്ടാവും, ബുള്ളിഷ് ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബിഗ് ഔട്ടിൽ ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്തിൽ ഔട്ട് ആകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ 1 ഹവറിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു 10 മിനിറ്റ്സും കൂടി ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ഒരു പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് നേരത്തെ അതേപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ ഡിസ്കഷൻ ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കണം, പൈസ കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറ്റുന്നുണ്ടായ ട്രെൻഡിങ് മാർക്കറ്റിലായിരിക്കും. ഇപ്പൊ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഒന്നുകിൽ പാർസൽസ് ബുക്ക് ചെയ്ത് റൺ ചെയ്യാൻ വേണ്ടി വിടുക, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോവാം. അതായത് 1 ഹവറിലാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു ടാർഗറ്റ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ടാർഗറ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് തിങ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഒന്ന് ഞാൻ ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസുകളെല്ലാം എടുത്തിട്ട് ഇതിന്റെ ലോയിലേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, 4559 റൗണ്ട് പിടിക്കുക, 4560 ലെവൽസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇനി എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ ടാർഗറ്റ് ലെവൽസ് ഉള്ളത് ഏത് പോയിന്റ് ആണ്?
സിമ്പിൾ ആണ്. ഈ ഒരു 1 അവർ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഹയർ ലെവലിലേക്കാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു ഹയർ ലെവൽസിന്റെ മുകളിലോട്ടേക്ക് പോക്കാണെന്നുണ്ട് എങ്കില് നമുക്ക് ആ ഒരു പുഷ് ഒന്നും കൂടി കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഹയർ ലെവലിലേക്ക്. ഓക്കെ, അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യുന്ന കാര്യം 5 മിനിറ്റ്സിൽ ഇവിടെ നല്ലൊരു പുഷ് അപ്പ് സൈഡിലേക്ക് കിട്ടുവാണെന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഹയർ ലെവലിലേക്ക് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അപ്പ് സൈഡിലേക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻസൽസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോവർ ലെവലിലേക്ക്, അതായത് ഈ ഒരു ഡൗൺ ക്ലോസ് ക്യാൻസലിന്റെ ഡൗൺ സൈഡിലേക്ക് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ബാക്കി അപ്പ് സൈഡിലേക്ക് വരുന്നത് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ഇൻ കേസ് അത് ഡൗൺ സൈഡിലേക്ക് വന്ന് നമ്മുടെ ആ ഒരു ലെവലിലേക്ക് ടാപ്പ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറേണ്ടതായിട്ടുണ്ടാവും. ഇതാണ് പ്ലാനുകൾ ഉള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ ആണ്. നമ്മൾ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഉള്ളത്. ഇനി പ്രൈസ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയിട്ട് ഹൈ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഹൈ ലെവലിലേക്ക് നല്ല ഇമ്പൾസീവ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇനി 4 ഹവറിന്റെ ക്യാനിൽ ആ ഒരു ക്ലോസ് ഉണ്ട്, 8 മിനിറ്റ്സും കൂടി ഉണ്ട്. അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ട്രേഡിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. ഇവിടെ നമുക്ക് 4 ഹവറിന്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് പ്രൈസ് ആ ഒരു 4 ഹവറിന്റെ ഹൈയും കൂടി ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടൈം ആയിട്ട് ഒരു ഹയർ ലെവലിലേക്ക് പോയിട്ടുണ്ട്. 1 ഹവറിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്ടിങ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ് ആണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ടാകാം ഈ ഒരു ക്യാൻസൽ, ഈ ഒരു ബുള്ളിഷ് ക്യാൻസലിന്റെ ലോ ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, എക്സ്പെക്ടിങ് ഇവിടെ ഒരു ഫോർമേഷൻ ഡൗൺ സൈഡിലേക്ക് ഒരു റിട്രേസ്മെന്റ് വന്നിട്ട് ഹൈ ലെവലിലേക്ക് പുഷ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് ആ ഒരു ലോ വെച്ചിട്ട് ബാക്കിയുള്ള ട്രെയിൽ ചെയ്യാന്നുള്ളതാണ് പ്ലാൻ ഉള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബെയറിഷ് ആയിട്ട് ഒരു റിട്രേസ്മെന്റ് എക്സ്പെക്റ്റബിൾ ആണ് 1 ഹവറിൽ, അതേപോലെ തന്നെ 4 എല്ലാ ടൈം ഫ്രെയിമിലും. ഓക്കെ, റീസൺ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒന്നെങ്കിൽ ഞാൻ ഈ ഒരു ഇമീഡിയറ്റ് ആയിട്ട് പോകുന്ന ചോദിച്ചു, പക്ഷെ ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഡൗൺ സൈഡിലേക്ക് വരിക, അതിനുശേഷം വളരെ ഇമ്പൾസീവ് ആയിട്ട് കയറി പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു റീസെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ലോന്റെ താഴോട്ടേക്ക്. എന്തായാലും നമുക്കൊരു മാനിപ്പുലേഷന് വേണ്ടിയിട്ട് 4 ഹവർ ക്യാൻസിക്സും 1 ഹവർ ക്യാൻസിക്സ് എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു വിക്ക് ക്രിയേഷന് വേണ്ടി ഡൗൺ സൈഡിലേക്ക് വരും. അതിന് ശേഷമായിരിക്കും എക്സ്പാൻഷൻ ഉണ്ടാകാം. ഇവിടെ 1 ഹവറിലാണെന്നുണ്ടെങ്കിൽ 1 ഹവറിന്റെ ക്യാൻസിക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഡൗൺ സൈഡിലേക്ക് വരും, ഒരു വിക്ക് ക്രിയേഷൻ ചെയ്യും, അതിന് ശേഷം അപ്പ് സൈഡിലേക്ക് എക്സ്പാൻഡ് ചെയ്യും. പുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഡൗൺ സൈഡിലേക്ക് വരുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, ഡൗൺ സൈഡിലേക്ക് വരുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, ഡൗൺ സൈഡിലേക്ക് വരുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വരുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മാനിപ്പുലേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ലോയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടാകാം വിത്ത് 5 മിനിറ്റ് കൺഫ്ലുവൻസിൽ. ഓക്കെ, കുറച്ച് മാർക്കറ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്ന സംഭവം കൊണ്ടുവെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സംടൈംസ് അത് ഹിറ്റ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ആ ഒരു പ്രോബിലിറ്റി ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആ ഒരു റിട്രേസ്മെന്റും ആ ഒരു ഹയർ ലെവലിലേക്ക് മൊമെന്റിലും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നേരെ മറിച്ചിട്ട് പ്രൈസ് ഇങ്ങനെ തന്നെ വന്ന് ബെയറിഷ് ആയാലാണെങ്കിൽ നമുക്ക് ആ ഒരു ബുക്ക് പ്രോഫിറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രീഡിനെസ് അല്ല ഇവിടെ ഉള്ളത് ഒരിക്കലും. നമുക്ക് ആ ഒരു വീണ്ടും ആ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റെസിസ്റ്റൻസിലേക്ക് ഒരു മൊമെന്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു മൊമെന്റം കിട്ടുന്ന എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നല്ലൊരു മൊമെന്റം ഹയർ ലെവലിലേക്ക് ഈ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോ വെക്കാൻ വേണ്ടി പറ്റുന്നതായിരുന്നു. ലെറ്റ്സ് സീ, സ്മോൾ ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹയർ ലെവലിലേക്ക് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ 4600 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലേക്ക് മൊമെന്റം ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ഈ ഒരു പോയിന്റിലേക്ക് ട്രെയിൽ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഞാൻ മേജർലി നോക്കുന്നുണ്ടാവുക ഒരു ലിക്വിഡിറ്റി ടേക്കൺ ആൻഡ് ഹയർ ലെവലിലേക്ക് റൺ ആണ്. ഇവിടെ ഷോർട്ട് ടൈം ഒരു റിട്രേസ്മെന്റ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഒരു ഹയർ ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഓക്കെ, ഡെയിലി ക്യാൻഡിൽസിന്റെ ഫോർമേഷൻ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. കാണാൻ വേണ്ടി പറ്റും, നല്ല ബുള്ളിഷ് ആയിട്ടാണ്. അതായത് ഇന്നലത്തെ ക്യാൻഡിൽസ് ഞാൻ ഇന്നലെ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഹോൾഡ് ക്യാൻഡിൽസ് അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നലെ ഹോൾഡ് ക്യാൻഡിൽ കിട്ടിയത്, ഇന്ന് എക്സ്പാൻഷൻ കിട്ടിയത്. ഓക്കെ, അപ്പോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ലെവൽസിന്റെ മുകളിലാണ് ഒരു ഹയർ ലെവലിലേക്ക്, ഇവിടെ ഒരു ഇൻഎഫിഷ്യൻസി ആണ് ഉള്ളത്. അപ്പൊ ആ ഇൻഎഫിഷ്യൻസി കവർ ചെയ്യാൻ വേണ്ടി ഹയർ ലെവലിലേക്ക് വരേണ്ടതാണ്. നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് മാറാം. ഓക്കെ, അപ്പൊ വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആ ഒരു എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഗൈസ്, നമ്മുടെ പൊസിഷൻസ് ഓൾമോസ്റ്റ് നേരത്തെ ഈ ഒരു ഡൗൺഫാൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 4600 ലെവൽസിൽ ഒരു റിജക്ഷൻസ് വന്ന് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോന്റെ താഴെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാലിഡ് ആയിട്ടുള്ള ലോ, ഈ ഒരു വാലിഡ് ആയിട്ടുള്ള ലോന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്.
ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വന്നതിന് ശേഷം വീണ്ടും റിവേഴ്സൽ ചെയ്ത് 4600 മുകളിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഹൈലി ബുള്ളിഷ് ആയിട്ട് ഒരു ക്യാൻഡിൽസ് കാണിച്ചു. പക്ഷെ അത് റിജക്ട് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ. കൂടുതൽ ആൾക്കാരെ ഇപ്പൊ ഈ ഒരു പോയിന്റ് നമുക്ക് ഷോർട്ട് സെൽ ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ എന്റെ പൊസിഷൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലോ കാണാൻ വേണ്ടി പറ്റും. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ലോ ആണ്. അതേപോലെ തന്നെ ഇവിടെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് അപ്പ് സൈഡിലേക്ക് പ്രൈസ് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു ലോ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഈ ഒരു സ്വിംഗ് ലോന്റെ താഴോട്ടേക്ക് എന്റെ എല്ലാ പോർഷൻസിന്റെയും ആ ഒരു പ്രോഫിറ്റും കാര്യങ്ങളും ഞാൻ ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് പ്രൈസ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പോർഷൻസ് എല്ലാം ഈ ഒരു പോയിന്റിൽ നിന്ന് കൊടുത്ത് മാറുന്നുണ്ടാവും. നേരെ മറിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് എത്രത്തോളം ഹൈ ലെവലിലേക്ക് പോകുന്നുണ്ടോ അതിന്റെ ഇടയ്ക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ലോന്റെ താഴോട്ടേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. ഐ തിങ്ക് ഫ്രൈഡേ ആണ്. അൺവാണ്ടഡ് ആയിട്ട് എന്തെങ്കിലും മൊമെന്റം വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു എൻവൈയുടെ ഒരു ഓപ്പണിങ്ങും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടും ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു മൊമെന്റം നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റ് നിന്നാണ് എൻവൈ ഓപ്പൺ ആയിട്ടുള്ളത്. ഒരു ഡയറക്ഷണൽ മൂവ് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് നോക്കാം. പ്രൈസ് ഈ ഒരു വിക്കിന്റെ മുകളിലോട്ടേക്ക് പോയിട്ട് ക്ലോസ് കിട്ടലാണെങ്കിൽ ആ ഒരു കണ്ടിന്യൂഷൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു നേരത്തെ കണ്ട പോലെ തന്നെ ഒരു സെല്ലിങ് വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ കാണിച്ച പോലെ തന്നെ ഹൈ ടൈം ഫ്രെയിം കാണിച്ച പോലെ തന്നെ ഒരു സെല്ലിങ് വന്നിട്ടുണ്ട്. ഒരു ബൈ പോയിന്റിലേക്ക് വന്നിട്ട് അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ട്. ഇനി ഈ ഒരു ഹൈ ബ്രേക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റൺ ആയിരിക്കണം കാണേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. 1 ഹവറിന്റെ ക്യാൻസൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഹയർ ലെവലിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. 4 ഹവറിന്റെ ക്യാൻസൽസിന്റെ ലോജിക്ക് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് നെക്സ്റ്റ് ഏരിയ വരെയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്രെയിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സിമിലർ രീതിയിൽ തന്നെ ഇപ്പം ട്രെയിൽ ചെയ്തിട്ടാണ് അപ്പ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് നമുക്ക് റിവേഴ്സൽ വരുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബെറ്റർ പ്രോഫിറ്റ് ലെവലിൽ നിന്നായിരിക്കും ഇനി എക്സിറ്റ് ചെയ്ത് മാറുന്നുണ്ടാകാം. ഓക്കെ, ഈ ഒരു പോയിന്റ് അല്ല, ഈ ഒരു ഏരിയ ആണ് ബെറ്റർ പ്രോഫിറ്റ് ലെവലാണ്. ഓക്കെ, അതുപോലെ അക്കൗണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹയർ ലെവലിലേക്ക് പോസിറ്റീവിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. വീണ്ടും ഒരു ഹയർ ലെവലിലേക്ക് നല്ലൊരു മൊമെന്റ് കിട്ടലാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോവർ ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ്, നമ്മുടെ പൊസിഷൻസ് എല്ലാം എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ സ്റ്റോപ്പ് ലോസ് ഫസ്റ്റ് ഈ ഒരു ഏരിയാസിലേക്ക് ട്രെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു വെർട്ടിക്കൽ പോയിന്റിലേക്ക് ട്രെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം പ്രൈസ് ഇവിടെ നല്ല രീതിയിൽ ട്രൈ ചെയ്തു അപ്പ് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു 4600 എന്നുള്ള ലെവൽസ് നിന്ന് റിജക്ഷൻ കിട്ടിയിട്ട് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരികയാണ് ചെയ്തത്. ഒരു റൗണ്ട് ലെവലാണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡ് എക്സ്റ്റെൻഡും ആയിട്ടുണ്ട്. അപ്പൊ ഒരു റിട്രേസ്മെന്റ് എന്തായാലും വേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ ഹയർ ലെവലിലേക്ക് പോയി. ഈ ഒരു പെർട്ടിക്കുലർ ഏരിയാസിന് റിവേഴ്സൽ വന്നു. നമ്മൾ ഈ ഒരു ഏരിയാസ് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇത് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ എന്തായാലും ആ ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട്. ഞാൻ ആ ഒരു പൊസിഷൻസ് എടുത്തതും ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ബൈ ഉണ്ടായിരുന്നത്. അതിന് ശേഷം ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ആ ഒരു പാർഷ്യൽസിന് ശേഷം ഇവിടെ ഒരു പാർഷ്യൽ ബുക്ക് ചെയ്തു. ഞാൻ ബാക്കി റൺ ചെയ്തു. ഈ ഒരു ഏരിയാസിൽ എടുത്ത ട്രേഡ് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ബൈയിങ് വരുന്നത് ഈ ഒരു പോയിന്റ് നിന്നായിരുന്നു. നമ്മുടെ ബൈയിങ് വരുന്നത് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലായിരുന്നു. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്ന് ഈ ഒരു ഏരിയ സപ്പോർട്ട് എടുത്ത സമയത്ത് ഞാൻ വീണ്ടും ഒരു ചെറിയ ക്വാണ്ടിറ്റി ട്രേഡ് എടുത്തിട്ടായിരുന്നു. ഓൾമോസ്റ്റ് 0.1 എന്നുള്ള രീതിയിൽ റിസ്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് അതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് പോയി വീണ്ടും അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് പൊസിഷൻസും കാര്യങ്ങളും എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് ഈ ഒരു വീക്ക് ഇനി പറയാനില്ല, അത്യാവശ്യം നല്ല ഗ്രീനിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ മൺഡേ എന്തായാലും നമുക്ക് നോക്കാം. ഇനിയും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് റിട്രേസ്മെന്റ് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മേജർ ലെവൽസിൽ നിന്ന് ബൈയും കാര്യങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് ഈ ഒരു ഹയർ ലെവലിലേക്കോ ഈ ഒരു ലെവൽസിലേക്കോ ആയിരിക്കും പ്രൈസ് വരുന്നുണ്ടാവുക. ഓക്കെ, ഏതായാലും ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യലാണ്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്ലാസ്സിന്റെ കാര്യം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. പക്ഷേ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാകും ആ ഒരു ക്ലാസ്സിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്തായാലും ലിങ്ക് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത്. ബട്ട് ഞാൻ എങ്ങനെയാണ് ലെവൽസും കാര്യങ്ങളും മാർക്ക് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഏരിയാസിലേക്ക് പോയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ
ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെ നെക്സ്റ്റ് ട്രേഡ് ബ്രേക്ക് ഡൗണും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ടാവും. കണ്ടിന്യൂസ്ലി നമുക്ക് ഈ ഒരു വീക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വീക്കിന്റെ അപ്ഡേറ്റ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രേഡ് എടുത്തു. അതിനുശേഷം ഒരു ബ്രേക്ക് ഈവൻ ആയിരുന്നു. അതിനുശേഷം ഒരു എസ് എൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ തേർഡ് ട്രേഡ് പ്രോഫിറ്റബിൾ ആണ്, ഫോർത്ത് ട്രേഡും പ്രോഫിറ്റബിൾ ആണ്. അതായത് 2 പ്രോഫിറ്റബിൾ ട്രേഡ്സും ഒരു എസ് എല്ലും ഒരു ബ്രേക്ക് ഈവൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് 2 പ്രോഫിറ്റബിൾ ട്രേഡും ഒരു ലോസും ആണ് വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ എത്ര ഇവിടെ ഞാൻ ആകെ $1000 ആണ് ലോസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതായത് ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണ്. നമുക്ക് ഇതേപോലെ തന്നെ മാക്സിമം പൊട്ടൻഷ്യലി പൊസിഷൻസ് ആഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ എന്താണ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.